ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയായിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ടവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന് അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതെന്നൊരു ചർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരിക്കുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവിടെ മുൻപിൽ നിന്നും മറഞ്ഞു. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നാം വചനപ്പ് കാലത്തിൻ്റെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സഭ നമ്മെ കർത്താവിൻ്റെ ജനന പെരുന്നാളിന് വേണ്ടി പടിപടിയായി ഒരുക്കുകയാണ്. 1-ാം ഞായറാഴ്ച സഭയുടെ വിശുദ്ധീകരണവും 2-ാം ഞായറാഴ്ച സഭയുടെ നവീകരണവും കഴിഞ്ഞ ഞായറാഴ്ച സക്രിയയുള്ള അറിയിപ്പും നാം കാണുകയുണ്ടായി. ഇന്ന് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പാണ്. 26 മുതൽ 38 വരെയുള്ള ഏതാണ്ട് 12 തിരുവചനങ്ങളിലായി 13 തിരുവചനങ്ങളിലായി വളരെ മനോഹരമായ ഒരു ദൈവമനുഷ്യ ബന്ധ, ദൈവമനുഷ്യ സംഭാഷണ, ദൈവമനുഷ്യ ഹൃദയ സ്പന്ദനത്തിൻ്റെ ഒരനുഭവം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. രക്ഷണീയ ചരിത്രത്തിൻ്റെ ഏറ്റവും നിർണായകമായ, ഏറ്റവും അത്ഭുതകരമായ നിമിഷങ്ങളാണ് ഈ സുവിശേഷ ഭാഗം. ലോക ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരു സുവിശേഷ സംഭവം. ആദത്തിന്റെ പാപത്തോടുകൂടി അടയ്ക്കപ്പെട്ട സ്വർഗത്തിന് ദൈവം കനിഞ്ഞ് നേരിറങ്ങി വന്ന്, ദൈവം സൃഷ്ടാവ് ഒരു സൃഷ്ടിയുടെ അടുക്കൽ സൃഷ്ടിയുടെ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന നിമിഷങ്ങളാണ് ഈ സുവിശേഷ ഭാഗങ്ങൾ. നാം വായിച്ചു തുടങ്ങുന്നത് അങ്ങനെയാണ്. 6-ാം മാസം. എന്താണ് ഈ 6-ാം മാസം എന്ന് പറയുന്നത്? ഈ സുവിശേഷ ഭാഗത്തിൽ നിന്ന് കാണാൻ സാധിക്കും. സക്രിയായുടെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചിട്ട് 6 മാസമായി. ആ 6 മാസം തികയുമ്പോഴാണ് ദൈവം മറിയത്തിൻ്റെ അടുക്കിലേക്ക് തൻ്റെ ദൂതനെ അയക്കുന്നത്. അവിടെ പറയുകയാണ്, ഗലീലിയായിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ഇപ്പൊ ദൈവം കടന്നു വന്നിരിക്കുന്നത് ദാവീദിന്റെ ഗോത്രത്തിലെ യൗസേപ്പുമായിട്ട് വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അടുക്കിലേക്കാണ്. വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒരു പാവപ്പെട്ട കന്യകയും ഈ മാലാഖയും അല്ലെ ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്. മാലാഖ അവിടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്ന 1-ാമത്തെ കാര്യം, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. അവിടെ 2 കാര്യങ്ങൾ മറിയത്തോട് മാലാഖ പറയുന്നുണ്ട്. 2, കർത്താവ് നിന്നോട് കൂടെ. 1 പറയുന്നു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. 2, കർത്താവ് നിന്നോട് കൂടെ. നമുക്കറിയാം, അല്പമെങ്കിലും നന്മയുള്ള മനുഷ്യരെയൊക്കെ നമുക്ക് ഇഷ്ടമാവും.
നമ്മെ നോക്കി ഇന്ന് പുഞ്ചിരിക്കുന്ന മനുഷ്യരെ നമുക്ക് ഇഷ്ടമാവും. നമ്മുടെ അടുക്കൽ വന്ന് കുശലം പറയുന്ന മനുഷ്യരെ നമുക്ക് ഇഷ്ടമാവും. നമ്മുടെ ദുഃഖത്തിൽ അടുത്ത് വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന മനുഷ്യരെ നമുക്ക് ഇഷ്ടമാവും. നാം രോഗിയെ കിടക്കുമ്പോൾ നമ്മുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നമുക്ക് ഇഷ്ടമാവും. നമ്മുടെ അപകട സന്ദർഭങ്ങളിൽ ഓടി വന്ന് നമ്മളിന്ന് സഹായിക്കുന്ന മനുഷ്യരെ നമുക്ക് ഇഷ്ടമാവും. അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു മാനുഷിക പരിഗണന വെച്ച് നമ്മുടെ അടുക്കൽ വരുന്ന എല്ലാ മനുഷ്യരും നമുക്ക് ഇഷ്ടമാവും. അതിന് കാരണം അവരുടെ ഭാഗത്തൊരു നന്മയുണ്ട്. ആ നന്മ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. ആ നന്മയെ നമ്മൾ മാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ നന്മയുടെയൊക്കെ നിറകുടമാണ് പരിശുദ്ധ ദൈവമാതാവ്. നിങ്ങൾക്ക് ഏതൊരു നന്മ പഠിക്കണമെങ്കിലും, വിശ്വാസം പഠിക്കണമോ, പ്രത്യാശ പഠിക്കണമോ, സ്നേഹം പഠിക്കണമോ, കരുണ പഠിക്കണമോ, എളിമ പഠിക്കണമോ, വിനയം പഠിക്കണമോ, ക്ഷമ പഠിക്കണമോ, നമുക്ക് എന്ത് പഠിക്കണമെങ്കിലും ഈ മറിയത്തെ നോക്കിയാൽ മാത്രം മതി. കാരണം അവൾ നിറകുടമാണ് കൃപയുടെ. രണ്ടാമത് പറയുകയാണ്, കർത്താവ് നിന്നോട് കൂടെ. നമുക്കറിയാം, നമ്മുടെ കൂടെ വസിക്കുന്നവരുമുണ്ട്, നാം ദൈവത്തോടൊത്ത് വസിക്കുന്നവരുമുണ്ട്. അല്ലെങ്കിൽ വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവം സ്നേഹിക്കുന്നവരുമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരുമുണ്ട്. നമ്മളൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പള്ളിയിൽ പോകുന്നു, നമ്മൾ കുമ്പസാരിക്കുന്നു, നമ്മൾ കുർബാന സ്വീകരിക്കുന്നു, നമ്മൾ നേർച്ചയർപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നെനിക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പലപ്പോഴും നമുക്കതില്ല. എന്നാൽ ഇവിടെ വലിയ ഉറപ്പാണ്. മാലാഖ മറിയത്തോട് പറയുന്നത്, ദൈവം നിന്നോട് കൂടെ, നിന്നെ ദൈവം സ്നേഹിക്കുന്നു, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു, നിന്റെ അടുക്കിലേക്ക് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഇവിടെ. ഈ രണ്ട് മാലാഖയുടെ ഉത്തരത്തിനായിട്ട്, വാക്കുകൾക്കായിട്ട് മറിയം തരുന്ന രണ്ട് ഉത്തരങ്ങളുണ്ട്. ഒന്ന്, മറിയം അസ്വസ്ഥയായി. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഭയപ്പെടുകയും വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അവരിൽ അസ്വസ്ഥത ഉണ്ടാകണം, അവരിൽ മുറിവുകൾ ഉണ്ടാകണം. കാരണം വചനം ഇരുമന വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, നമ്മുടെ ഹൃദയബന്ധങ്ങളെ കീറി മുറിക്കുന്നതാണ്. അപ്പോൾ അസ്വസ്ഥത ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിന്റെ വചനം അവൾ സ്വീകരിച്ചു എന്നതുള്ളതിൻ്റെ തെളിവാണ് അസ്വസ്ഥത. നമ്മൾ എത്രയോ വചനങ്ങൾ കേൾക്കുന്നു, നമുക്കൊരു അസ്വസ്ഥതയുമില്ല. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു, അണലി സന്തതികളെ വരുവാനിരിക്കുന്ന കോപത്തിനോടി അകലുവിൻ. ആളുകൾ വിറച്ചു, ആളുകൾ ഭയപ്പെട്ടു, ആളുകൾ ചോദിച്ചാൽ എന്ത് ചെയ്യണം? അതാണ് അസ്വസ്ഥത എന്ന് പറയുന്നത്. നമുക്കൊരു ഭയമുണ്ടാകുക ദൈവത്തിന്റെ വചനം കേൾക്കും. ദൈവികമായൊരു ഭയം. മറിയത്തിന് ഈ ഭയമുണ്ടായി. മറിയം ചോദിച്ചു, അല്ലെങ്കിൽ മനസ്സിൽ ചോദിച്ചു, എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം? എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയാണ്, 10-14 വയസ്സ് മാത്രമേ ഉള്ളൂ. വലിയ കാര്യങ്ങളാണ് ദൈവം പറയുന്നത്, അവൾക്കത് മനസ്സിലാകുന്നില്ല. അതിന് മറിയത്തോട് മാലാഖ വീണ്ടും പറയുന്ന ഉത്തരങ്ങളാണ്. 4 കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, മറിയത്തോട് പറയും, നീ ഭയപ്പെടേണ്ട. 2, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. 3, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. 4, നീ അവന് യേശു എന്ന് പേരിടണം. സഹോദരങ്ങളെ, വലിയ കാര്യങ്ങളാണ് മറിയത്തോട് പറയുന്നത്. നീ ഭയപ്പെടേണ്ട. ഈ ലോകത്തിൽ മനുഷ്യന് ഏറ്റവും കൂടുതലുള്ളൊന്ന് ഭയമാണ്. എല്ലാത്തിനെയും ഭയമാണ്. ഇരുട്ടിനെ ഭയമാണ്, ഇടിമിന്നലിനെ ഭയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഭയമില്ലാത്ത നിമിഷങ്ങളില്ല. ചിലർക്ക് മരണം ഭയമാണ്, ചിലർക്ക് രോഗഭയമാണ്, ചിലർക്ക് അപകടഭരണമാണ്. വണ്ടി കയറുമ്പോഴേ ഒരു വിചാരിക്കും അപകടം ഉണ്ടാകുമോ. വ്യത്യസ്തമായ ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഭയം ഒരു വിധത്തിൽ നല്ലതാണ്. എന്നാൽ കർത്താവ് പറയാൻ, നീ ഭയപ്പെടേണ്ട. വേദപുസ്തകത്തിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് തമ്പുരാൻ നമ്മോട് പറയും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെ ഭയപ്പെടണം? നമ്മൾ എന്തിനെ ഭയപ്പെടണം? നമ്മളെ കാക്കുവാൻ, പരിപാലിക്കുവാൻ, സംരക്ഷിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ, കൂടെ നിൽക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ, സുഖപ്പെടുത്തുവാൻ നമുക്കൊരു ദൈവമുണ്ട്. ഗോഡ് ഈസ് വിത്ത് അസ്. നമ്മൾ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ഭയപ്പെടേണ്ട. ഇതാണ് മറിയത്തോട് പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറഞ്ഞാൽ, നീ ദൈവസന്നിധാനത്തിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, എന്തോ ഒരു അനുഗ്രഹീതമായ വാക്കാണ്. ഓരോ മനുഷ്യനും ഈ വാക്ക് കേൾക്കാൻ കൊതിക്കണം. നീ ദൈവസന്നിധാനത്തിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവസന്നിധാനം കൃപ കണ്ടെന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അനേക മനുഷ്യർ വേദപുസ്തകം കാണാൻ സാധിക്കും. അബ്രഹാം ദൈവസന്നിധാനത്തിൽ കൃപ കണ്ടെത്തിയവനാണ്. യാക്കോബ് ദൈവസന്നിധാനത്തിൽ കൃപ കണ്ടെത്തിയവനാണ്. ദാവീദ് ദൈവസന്നിധാനത്തിൽ കൃപ കണ്ടെത്തിയവരാണ്.
മോശ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവരാണ്. അനേക പ്രവാചകന്മാർ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവരാണ്. പത്രോസുമൊക്കെ ദൈവകൃത സന്നിധിയിൽ കൃപ കണ്ടെത്തിയവരാണ്. പൗലോസ് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവരാണ്. ദൈവം അവരെ വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത് ഒരു പുതിയ നിയോഗം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപയാണ്. സഭയിൽ നിന്ന് അനേകം പിതാക്കന്മാരെ ദൈവം വിളിക്കുന്ന, വൈദ്യരെ വിളിക്കുന്ന ദൈവകൃപയുടെ ഭാഗങ്ങളാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം. മലക വീണ്ടും പറയാണ്, മൂന്നാമതായി, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഇടിവെട്ടേറ്റതുകൊണ്ടാണ് മറിയം അത് കേൾക്കുന്നത്. കാരണം അവൾക്ക് ചോദ്യം ചോദിക്കാനായിട്ടുണ്ട്. അവൾ വിവാഹം കഴിച്ചിട്ടില്ല. നീ ഗർഭം ധരിച്ച്, നമുക്കറിയാം ഗർഭം ധരിക്കുന്ന എന്ന് പറയുന്നത് വിവാഹത്തിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അതിന് പുറത്തൊരാൾ ഗർഭം ധരിച്ചാൽ, സ്ത്രീ ഗർഭം ധരിച്ചാൽ അവളെ ലോകം മുഴുവൻ പുച്ഛിക്കും, പരിഹസിക്കും, നിന്ദിക്കും, അവഹേളിക്കും. അവളുടെ അവഹേളന പാത്രമായി തീരും. യേശു തമ്പുരാനുണ്ട്. ഈ ദൈവം മലാഖ മറിയത്തിന് ഒരു ദൗത്യം കൊടുക്കുക, ഉത്തരവാദിത്വം കൊടുക്കുക. നീ അവന് യേശു എന്ന് പേരിടണം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം ഈ വാക്കിന്റെ അർത്ഥം പറയും. നീ അവൻ യേശു എന്ന് വിളിക്കണം. കാരണം അവൻ തന്റെ ജനത്തെ തന്റെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നവനാണ്. യേശു, ജോഷു എന്ന വാക്കിന്റെ അർത്ഥം ജനത്തെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നവൻ, രക്ഷകൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നവൻ. ഇതാണ് ദൈവം നൽകുന്ന മറിയത്തിന് മലഖ കൊടുക്കുന്ന 4 കാര്യങ്ങൾ. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് 5 കാര്യങ്ങളാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് മാലഖ മറിയത്തോട് പറയുന്ന കാര്യങ്ങളാണ്. ഒന്നാമത് പറയും, അവൻ വലിയവനായിരിക്കും. 2, അവൻ അത്യുന്നതന്റെ പുത്രനായിരിക്കും. 3, പിതാവായ ദൈവത്തിന്റെ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. 4, യാക്കോബിന്റെ ഭവനത്തിനും അവൻ എന്നേക്കും ഭരണം നടത്തും. 5, അവന്റെ രാജ്യത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാകില്ല. യേശു വരുന്ന രാജാവായിട്ടാണ്, മഹാരാജാവൻ, വലിയവനായിട്ടാണ്. അതെ, ലോകത്തിന്റെ മുഴുവനും മുൻപിൽ നിൽക്കുന്ന വലിയവൻ, ദൈവത്തിന്റെ പുത്രൻ. അതാ പറയുന്നവൻ ദൈവത്തിന്റെ പുത്രനാണ്. അനേക സന്ദർഭം ദൈവം ഏറ്റു പറയുന്നുണ്ട്. മുഹമ്മദ് പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ. കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ, പ്രത്യക്ഷീകരണം നടത്തുമ്പോൾ മലയിൽ വെച്ച് ദൈവം പറയും, ഇവൻ എന്റെ പ്രിയപുത്രൻ. ദൈവം ഏറ്റു പറയുന്ന അനേക നിമിഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ പുത്രനാണത്. പിന്നീട് പറഞ്ഞിരിക്കുന്നത്, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, യാക്കോബിന്റെ ഭവനത്തിൽ ഭരണം നടത്തുന്നവൻ, രാജ്യത്തിന് ഒരിക്കലും അവകാശമുണ്ട്. ദൈവരാജ്യത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ദാവീദിന്റെ സന്തതിയിൽ കൂടി ഈ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും. എല്ലാ മനുഷ്യരും ആ ദൈവരാജ്യത്തിന്റെ അവകാശികളാകണം. പക്ഷേ ലോകത്തിന്റെ ചിന്ത പോലൊരു അവകാശിയല്ല. പീലാത്തോസ് ചോദിച്ചു, നീ ഒരു രാജാവാണോ? യേശു പറഞ്ഞു, ഞാൻ രാജാവാ. പക്ഷേ നീ ഉദ്ദേശിക്കുന്ന ഒരു രാജാവല്ല. നീ ഉദ്ദേശിക്കുന്ന ഒരു രാജ്യം എനിക്കില്ല. നീ ഉദ്ദേശിക്കുന്ന പടയാളി എനിക്കില്ല. എന്റെ രാജ്യം ഐഹികമല്ല, ദൈവികമാണ് എന്റെ രാജ്യം. ഈ രാജ്യത്തെക്കുറിച്ചാണ് നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാകേണ്ടത്. നമ്മൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ല, ദൈവരാജ്യത്തിന്റെ പൗരന്മാരായി നമ്മൾ മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവം തരുന്ന സ്നേഹം, ദൈവം തരുന്ന സന്തോഷം, ദൈവം തരുന്ന സമാധാനം ആസ്വദിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. വീണ്ടും മറിയത്തിന്റെ 2 സംശയങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. നാച്ചുറൽ ചോദ്യമാണ്. നമ്മുടെ ഓർക്കേണ്ട കാര്യമുണ്ട്. ഇതേ സംഭവമാണ് കഴിഞ്ഞ ആഴ്ചയിൽ മഹാപുരോഹിതനായ സക്രിയ മാലാഖയോട് ചോദിച്ചത്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വൃദ്ധനല്ലേ? ഞങ്ങൾ വന്ധ്യയല്ലേ? കോപം പൂണ്ട് ഗബ്രിയേൽ പറഞ്ഞു, ഈ നിമിഷം മുതൽ നീ മൗനിയായിരിക്കും. യഥാകാലം സംഭവിക്കേണ്ട ദൈവത്തിന്റെ വചനം നീ വിശ്വസിക്കാത്തത് കൊണ്ട്. എന്നാൽ നിഷ്കളങ്കയായി പെൺകുട്ടി ചോദിക്കുന്ന ഈ ചോദ്യം മലാഖയ്ക്കറിയാം, പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യമാണ് പറയുന്നത്. കന്യക ഗർഭം ധരിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. അതെങ്ങനെ സംഭവിക്കും എന്ന് അവൾക്ക് ഉത്തരം കൊടുക്കണം. അത് അത്യാവശ്യമാണ്. സൗമ്യമായി, സന്തോഷമായി മാലാഖ അതിന് ഉത്തരം നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൾ ചോദിക്കുന്ന 2 ചോദ്യത്തിന് കർത്താവ് പരിശുദ്ധാത്മാവ് നല്ല ഉത്തരം കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇതാണ് മറിയത്തിനുള്ള ഉത്തരം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നീ ഗർഭം ധരിക്കുവാൻ പോകുന്നത് മാനുഷികമായിട്ടല്ല. നീ ഗർഭം ധരിക്കാൻ പോകുന്നത് ഭൗതികമായിട്ടല്ല, മറിച്ച് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൈവത്തിന്റെ ശക്തി വന്നാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ നമുക്കെല്ലാം സാധ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, അസാധ്യമായിട്ട് ഒന്നുമില്ല തിരിച്ചറിയാൻ സാധിക്കും.
വീണ്ടും മാലാഖ പറയാണ്, ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൾക്കൊരു ഉറപ്പ് കൊടുക്കുകയാണ്. മുൻകൂട്ടി പറഞ്ഞത് തന്നെ അവൾ ആവർത്തിച്ച് പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിക്കും, നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു പേരിടണം, അവൻ പരിശുദ്ധനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദാവീദിന്റെ പുത്രൻ, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. ഇനി മാലാഖ മറിയത്തിനോട് ഇത് രണ്ട് അടയാളമാണ്. അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന് അവളുടെ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു, അവൾക്ക് ഇത് 6-ാം മാസമാണ്. നോക്കിക്കേ, അസാധ്യം എന്ന് വിചാരിച്ചിരുന്ന കാര്യം, ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ചിരുന്ന കാര്യം മറിയത്തിന് ദൈവം കൊടുക്കുന്ന ഒരു അടയാളമാണ്. ചാർച്ചക്കാരി എലിസബത്ത് ഗർഭം ധരിക്കും, വന്ധ്യ ഗർഭം ധരിച്ചിരിക്കുന്നു, പ്രായം കഴിഞ്ഞ് ഗർഭം ധരിച്ചിരിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയത്തെ ബലപ്പെടുത്തുവാൻ, മറിയത്തെ ശക്തീകരിക്കുവാൻ, മറിയത്തിന്റെ വിശ്വാസം ഉറപ്പിക്കുവാൻ, ദൈവത്തിന് സാധ്യമാണെന്ന് വിശ്വസിപ്പിക്കുവാൻ അവൾ കൊടുത്ത അടയാളമാണ്. ചാർച്ചക്കാരി എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു, വന്ധ്യയായവൾക്ക് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇത്ര മനോഹരമായി കർത്താവ് മാലാഖ വഴി മറിയത്തെ ഒരുക്കിയെടുക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെ ഏറ്റവും അവസാനത്തിൽ മറിയത്തിന്റെ പ്രത്യുത്തരം നമുക്ക് കാണാൻ സാധിക്കും. മറിയം പറയും, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിന്റെ നിർവ്വഹണം. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് സ്വർഗം കൊതിച്ചത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ചരിത്രം കൊതിച്ചത്. കാരണം മറിയത്തിന്റെ ഫിയാത്ത്, മറിയത്തിന്റെ അതേ എന്ന വാക്കാണ് സ്വർഗത്തിന്റെ പുത്രൻ ഭൂമിയിലേക്ക്, മറിയത്തിന്റെ ഉദരത്തിലേക്ക് ഉരുവാകുവാൻ ഇടയായത്. അതാണ് യഥാർത്ഥത്തിൽ ലോക ചരിത്രത്തെ, രക്ഷാ ചരിത്രത്തെ തകിടം മറിച്ച നിമിഷം. തിരിച്ചും ചിന്തിച്ചേ, മറിയം അസാധ്യമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലോ എന്തായിരുന്നേനെയും ഈ രക്ഷണ ചരിത്രം വളരെ വ്യത്യസ്തമായ ഒരു ചരിത്രമാകേണ്ടിയിരുന്നേനെയും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ ദൈവത്തിന്റെ ഭാവനയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവന്റെ സൃഷ്ടികർമ്മത്തിന്റെ മുഴുവൻ തകിടം മറിയുന്നത് പോലെ രക്ഷണീയ ചരിത്രം മുഴുവനും തകിടം മറിയുമായിരുന്നു. മറിയം അഫിയാത്ത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ. അവളുടെ ദാസിയെ പോലെ വിനയാന്യതയായി കർത്താവിന് മുമ്പിൽ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. പ്രിയ സഹോദരങ്ങളെ, ഇത്ര മനോഹരമായ ഒരു സുവിശേഷ ഭാഗം ആവർത്തിച്ച് വായിച്ച് ഹൃദയസ്ഥമാക്കുവാനും ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കുവാനും സാധിക്കണം. നാം അന്ധമായി വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരണം. ദൈവത്തിന് മുമ്പിൽ നമ്മൾ പ്രിയങ്കരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. മനുഷ്യരുടെ പ്രീതിയല്ല, ലോകത്തിന്റെ മാനങ്ങളല്ല, ലോകം തരുന്ന ഒരു അഭിനന്ദനങ്ങളല്ല, മറിച്ച് ദൈവ സന്നിധാനത്തിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നു പറയുവാൻ സാധിക്കണം. ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഒന്നും അസാധ്യമല്ലെന്ന് വിശ്വസിക്കാൻ സാധിക്കണം. ജീവിതത്തിന്റെ ഏതവസ്ഥകളിലും, ദുഃഖങ്ങളിലും, വേദനകളിലും, രോഗങ്ങളിലും, പ്രയാസങ്ങളിലും, അപകടങ്ങളിലും, അസ്വസ്ഥതകളിലും, ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും ദൈവത്തിന് മുമ്പാകെ കൈകൾ കൂപ്പി തലകൾ വണങ്ങി ഇതാ കർത്താവിന്റെ ദാസൻ, ദാസി എന്ന് പറയുവാൻ സാധിക്കണം. ദൈവഹിതത്തിന് കീഴ്പ്പെടുവാൻ, ദൈവഹിതത്തിന് വഴങ്ങുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം പരിപൂർണമായ ക്രിസ്തീയ ജീവിതമായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കും. ഏതൊരു മനുഷ്യൻ ദൈവഹിതത്തിന് കീഴ്പ്പെടുന്നുവോ അവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ, അനുഗമിക്കുന്നവൻ, അവന് ദൈവം നൽകുന്ന നിത്യ സൗഭാഗ്യം ഉറപ്പാണെന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, മറിയം നമുക്ക് മനോഹരമായൊരു മാതൃകയാണ്. അവളുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ കാര്യം പറഞ്ഞിട്ട് പോലും വിശ്വസിക്കുവാൻ നമുക്ക് സാധിച്ചു, സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചു, അംഗീകരിക്കുവാൻ നമുക്ക് സാധിച്ചു, അത് ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന എന്തും ഏത് നിർദ്ദേശവും ഉൾക്കൊണ്ട് അത് അംഗീകരിച്ച് അത് യാഥാർത്ഥ്യമാക്കി തീർക്കാനുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ.